നമ്മളിൽ പലർക്കും അരിപലഹാരങ്ങളായ വെള്ളയപ്പവും പാലപ്പവും ഒക്കെ കഴിക്കാൻ കൊതിയുള്ളവരാണല്ലോ. പക്ഷേ പല സന്ദർഭങ്ങളിൽ അത് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പം നമുക്ക് ഈ രീതിയിൽ മാനേജ് ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റുള്ള വെള്ളയപ്പവും അങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ പോലെ നമ്മൾ അരി കുതിർത്ത് അരച്ച് 8 മണിക്കൂറിന് ശേഷം അരച്ച് വെക്കുക. പിന്നെ ഒരു ഫുൾ തേങ്ങ എടുക്കുക. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ വെള്ള എള്ളാണ്. വെള്ള എള്ളിന് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ചിയാ സീഡാണ് വേണ്ടത്. പിന്നെ നമ്മളെല്ലാവരും സാധാരണ ചേർക്കുന്ന പോലെ ഫ്ലാക്സ് സീഡ്, അത് നമുക്ക് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണോ അതിന് താഴെയോ മതി, അത്രയും ചേർക്കുക. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കാം അത്രത്തോളം ഗുണപ്രദമാണ്. പിന്നെ നമുക്ക് വെളുത്തുള്ളി, അതും എത്ര ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി തൊലി കളയാതെ കഴുകി റെഡിയാക്കി ഇടുക. കാരണം വെളുത്തുള്ളിയുടെ പച്ചയ്ക്കാണ് നമ്മൾ അരയ്ക്കുന്നത്, അപ്പം നമ്മുടെ ഹൃദയത്തിനൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണത്. പിന്നെ നമുക്ക് ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. പിന്നീട് നമുക്ക് ഈസ്റ്റ് അല്ലെങ്കിൽ കള്ള ഒഴിക്കുക. പിന്നീട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാവെള്ളമാണ്, മറ്റ് വെള്ളം ഒന്നും വേണ്ട. അത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് ചായച്ചെടുക്കുക. എന്നിട്ട് കൊണ്ട് നമ്മുടെ മാവിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് ആ ജാറ് കഴുകി ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി ബാക്കി. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നന്നായിട്ട് ഇതിൻ്റെ പുളിച്ച് വരുമ്പോൾ നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം 8 മണിക്കൂറിന് ശേഷം നേരം വെളുത്ത് ഞാൻ മാവ് നോക്കിയപ്പം എല്ലാം നല്ല കൺസിസ്റ്റൻസിയിൽ പുളിച്ചു വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കറക്റ്റ് ബാലൻസിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇളക്കുമ്പം കണ്ടോ അതിൻ്റെ ആ ഒരു ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ വെള്ളയപ്പം വരേണ്ടിയത്. ഇതിന് ഞാൻ എപ്പോഴും ഇരുമ്പ് തവയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ അത് തൂത്ത് നന്നായിട്ട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുവാണ്. ഇങ്ങനത്തെ വെള്ളയപ്പം ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര ഗുണപ്രദവുമാണ്, മുതിർന്നവർക്ക് പ്രത്യേകിച്ച്.